ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ മാത്സ് ആണ് എടുക്കാൻ പോണത്. മാത്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ 16ാമത്തെ ചാപ്റ്ററാണ് ആംഗിൾസ് ഇൻ എ സർക്കിൾ ആൻഡ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ആംഗിൾസ് ഇൻ എ സർക്കിൾ ആൻഡ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കണക്കാണ്. ആകെ 2-3 കാര്യങ്ങൾ മാത്രം നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. അത് വെച്ചിട്ട് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ആ ആംഗിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. വളരെ കൂലങ്കുഷമായിട്ടുള്ള കണക്കുകളൊന്നും ഇതിൽ വരില്ല. അപ്പോൾ ആ 2-3 കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ബാക്കി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ആംഗിൾ ഇൻ എ സെയിം സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. അതായത് ഒരു സർക്കിളിൻ്റെ സെയിം 2 പോയിൻറ്റ്സുകളിൽ നിന്ന് തന്നെ വരയ്ക്കുന്ന 2 ആംഗിൾസ്, ആ 2 ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആംഗിളിൻ്റെ സെൻറ്ററിനെ സർക്കിളിൻ്റെ സെൻറ്ററിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആംഗിൾ, ആ ആംഗിൾ കൊള്ളുന്ന ആ 2 പോയിൻറ്റ്സുകളെ നമ്മൾ വേറെ എവിടേക്ക് സർക്കിളിലേക്ക് സബ്സ്റ്റൻഡ് ചെയ്ത് വരച്ച് കഴിഞ്ഞാലും എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെൻറ്റർ ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സബ്സ്റ്റൻഡ് ചെയ്ത് വരച്ചിട്ടുള്ള ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും. പിന്നെയുള്ളത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർക്കുകൾ ഈക്വലാണ്. അങ്ങനെ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം നമ്മളത് എഴുതി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് നോക്കാനുള്ള ആദ്യത്തെ കാര്യമാണ് ആംഗിൾ ഇൻ എ സെയിം സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. ആംഗിൾ ഇൻ എ സെയിം സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. ഇപ്പോൾ നോക്കിയേ, ADC ABC. അപ്പോൾ സെയിം സെഗ്മെൻറ്റുകളിൽ നിന്നാണ് ഈ 2 ആംഗിളുകൾ ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ADC എന്ന് പറയുന്ന ആംഗിളും ABC എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യം. രണ്ടാമത്തെ നോക്കിയേ, ദ ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ എൻ ആർക്ക് അറ്റ് ദ സെൻറ്റർ ഈസ് ഡബിൾ ദ ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ ഇറ്റ് ആൻഡ് എനി പോയിൻറ്റ് ഓൺ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ സർക്കിൾ. അതായത് ഒരാംഗിൾ ഫോം ചെയ്തു, സെൻറ്ററിൽ ഫോം ചെയ്തിട്ട് ഒരു ആംഗിളിൽ നിന്ന് സബ്സ്റ്റൻഡ് ചെയ്ത് ഈ സർക്കിളിൽ എങ്ങോട്ട് വരയ്ക്കുന്ന ആംഗിൾ ആണെങ്കിലും എന്താണ്, ഈ ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും ഈ സെൻറ്ററിലുള്ള ആംഗിൾ. അതായത് സെൻറ്ററിനെ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആ ആംഗിൾ ഫോം ചെയ്തിട്ടുള്ള പോയിൻറ്റ്സിൽ നിന്ന് നമ്മൾ സബ്സ്റ്റൻഡ് ചെയ്തിട്ട് എങ്ങോട്ട് വരച്ചാലും അവിടെ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും. നോക്കിയേ, ആംഗിൾ ABC എന്ന് പറയുന്നത് ADCയുടെ ഡബിളാണ്, 2ADC ആണ്. അതായത് ABC എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് ADC എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും. ADC 30 ആണെങ്കിൽ ABC 60, ADC 100 ആണെങ്കിൽ ഇവിടെ 200 ഡബിൾ ആയിരിക്കും. അതാണ് നമുക്ക് നോക്കാനുള്ള രണ്ടാമത്തെ കാര്യം. ഇനി നമുക്കൊരു കണക്ക് നോക്കാം കേട്ടോ. ഈ കണക്ക് നോക്കിയേ, നമുക്ക് ABC എന്ന് പറയുന്ന ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ADCയും AECയും എത്രയാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ABC എത്രയാണ്? 180 ഡിഗ്രിയാണ്. ADC എന്ന് പറയണത്, അതായത് 2 × ADC, നമ്മൾ നേരത്തെ പറഞ്ഞ വെച്ചിട്ട് 2 × ADC എന്ന് പറയുന്നത് എന്താണ്? ABC ആണ്. ABC എന്ന് പറയുന്ന സെൻറ്ററിലുള്ള ആംഗിളിനെ സബ്സ്റ്റൻഡ് ചെയ്ത് വരച്ചിട്ടുള്ളതാണ് എന്ത്? ADC. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ADCയുടെ ഡബിൾ ആയിരിക്കും ABC. അതായത് ഇവിടെ 150 ആണെങ്കിൽ ഇതിൻ്റെ പകുതിയാണ് ADC വരിക. എത്ര വരിക അപ്പോൾ? 75 വരിക. ഇനി ADCയും AECയും നമ്മൾ മുന്നേ പറഞ്ഞത് ആംഗിൾ ഓഫ് ദ സെയിം സെഗ്മെൻ്റ് ആണ്. ആംഗിൾ ഓഫ് ദ സെയിം സെഗ്മെൻറ്റ് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ 75 വരാണെങ്കിൽ ഇവിടെയും എന്തുതന്നെയായിരിക്കും? 75 ആയിരിക്കും. ഇതാണ് നമുക്ക് നോക്കാനുള്ള വേറൊരു കണക്ക്. ഇനി നമുക്ക് നോക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആർക്ക് ആർ ഈക്വൽ. ആർക്ക് എന്ന് പറയണത് നോക്കിയേ, ആ സെൻറ്ററുമായി കണക്ട് ചെയ്യാതെ സർക്കിളിലുള്ള ഏതെങ്കിലും 2 പോയിൻറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനുണ്ട്, കോഡ് എന്ന് പറയും. ഈ കോഡ് ഇങ്ങനെ ഫോം ചെയ്യണ ഈ സ്ട്രക്ചറാണ് എന്ത്? ആർക്ക് എന്ന് പറയണത്. അപ്പോൾ AB എന്ന് പറയുമ്പോൾ ഈ ഒരു ആർക്ക്, CD എന്ന് പറയുന്നത് ഈ ആർക്ക്. കറസ്പോണ്ടിങ് ആർക്ക് എങ്ങനെയാണ്? ഈക്വൽ ആണ്.
ഇനി നമുക്ക് അതൊക്കെ വെച്ചിട്ട് 2 കണക്കും കൂടി നോക്കി നോക്കാം കേട്ടോ. ഇപ്പോൾ PQRS എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാരലലോഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആംഗിൾ P 65 ഡിഗ്രി, ആംഗിൾ Q 65 ഡിഗ്രിയും തന്നിട്ടുണ്ട്. കണക്കെന്ന് പറയണത് ഈ ആറും എസ്സും കണ്ടുപിടിക്കാം. ആറും അതായത് PQവും RSും പാരലലാണ്. പാരലലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എങ്ങനെയാണ്? പാരലലാണ്. അപ്പോൾ PQവും RSും എന്താണ്? പാരലലാണ്. പാരലലാവുമ്പോൾ എന്താണ്? ഈ Pയും Rഉം എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഇൻറ്റേർണൽ ആംഗിൾസ് ആയിട്ട് വരും. ഇവ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ് കിട്ടുക. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും ഇത്. 180 ഡിഗ്രിയാണ് കിട്ടുക. അതായത് Pയും Rഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രിയാണ്. P നമുക്കറിയാം 65 ആണ്. അപ്പോൾ 180ൽ നിന്ന് 65 കുറയ്ക്കുമ്പോൾ 115 എവിടെ കിട്ടുക? 6 കിട്ടുക. സെയിം തന്നെയാണ് എന്ത് ഇപ്പുറത്തും വരുന്നത്. Qയും എസ്സും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടുക. Q 65 കുറയ്ക്കുമ്പോൾ ഇവിടെ 115 കിട്ടും. ഇവിടെ 115 ഡിഗ്രിയും ഇവിടെ 115 ഡിഗ്രിയും കിട്ടും. ഇനി ഈ കണക്ക് നോക്കി നോക്കിയേ. PQRO എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്. Q തന്നിട്ടുണ്ട് നമുക്ക് 115 ഡിഗ്രി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെയാണ്. നമുക്കറിയാം PQR അതിൻ്റെ ഡബിൾ ആയിരിക്കും POR. POR എന്ന് പറയുമ്പോൾ ഇത്രയും. ഇതെന്തായിരിക്കും? ഡബിൾ ആയിരിക്കും. ഇവിടെ 115 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 230 ആയിരിക്കും. ഇതും അതിലുള്ള കണക്ഷൻ വരുന്നത്. ഇനി ഒരു സർക്കിളിൻ്റെ മൊത്തം ആംഗിൾ എത്രയാണ്? 360 ആണ്. 360ൽ നിന്ന് 230 കുറച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും. എത്രയാണ്? 130 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകളോ അല്ലെങ്കിൽ ഇത് പ്രൂതായിരുന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ 3 കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യുക. താങ്ക് യു.